الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ ഓരോരുത്തരും അനിവാര്യമായും അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും ആ മരണത്തിന് ശേഷം നമ്മൾ പോയി കിടക്കേണ്ടുന്ന ഖബറിനെ സംബന്ധിച്ചുമാണ്. മരണശേഷം പലവിധ അനുഭവങ്ങൾ ഉണ്ടാകും, രക്ഷകളുണ്ടാകും, ശിക്ഷകളുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന പല ആളുകളുമുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലൊന്നും ഒരു സംശയമോ ആശങ്കയോ പോലും നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവശേഷിക്കുകയില്ല. അത്രമാത്രം ശക്തമായി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം അദാബുൽ ഖബ്രി ഹഖ്ഖുൻ,
അതേ സത്യമാണ്, ഖബറിൽ ശിക്ഷയുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു, അതിനുശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിടത്തോളം സ്വല്ലാ സ്വലാത്തൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ, ഏതൊരു നിസ്കാരം നിസ്കരിച്ചാലും ആ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് രക്ഷ തേടുമായിരുന്നു എന്നാണ്. ഹദീസുകളിൽ വന്നതിനെ പുച്ഛത്തോടുകൂടി കാണുകയും അതൊക്കെ ഹദീസല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ, വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തായിരിക്കും അവർക്ക് പറയാൻ സാധിക്കുക? ഹദീസുകളിലൂടെ വന്നതൊക്കെ അസംഭവ്യമാണ്, യുക്തിരഹിതമാണ്, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറയുന്നവരോട് വിനയത്തോടുകൂടി നമുക്ക് ചോദിക്കുവാനുള്ളത്, സൂറത്തുൽ അൻഫാലിലെ 50-ാമത്തെ ആയത്ത് പോലെ ഖുർആൻ പലയിടത്തും പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. വല ഉത്തറ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ കാഫിരീങ്ങളായ അവിശ്വാസികളായ നന്ദികെട്ട ആളുകളുടെ റൂഹ് പിടിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിനക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നുവെങ്കിൽ, വളരെ ഭയാനകമാണ് അവിടെ നടക്കുന്ന സംഗതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ആ മലക്കുകൾ ഈ മനുഷ്യന്റെ മുഖത്തും അതേപോലെ തന്നെ മുതുകിലും നന്നായി പ്രഹരിക്കുന്നുണ്ട്. എന്നിട്ട് വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ സ്വീകരിക്കാതിരിക്കും? അതങ്ങനെ ലഈഫാണ് എന്ന് പറഞ്ഞ് തള്ളുവാൻ സാധിക്കും? ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ചുകൊണ്ട് നിഷേധിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഖീദത്തു ത്വഹാവിയ, അതിന്റെ ശർഹു ത്വഹാവിയയിൽ കാണുവാൻ സാധിക്കുന്ന ശ്രദ്ധേയമായ ചില പ്രയോഗങ്ങൾ. വശ്ശർഉ ലാ യഅതി ബിമാ തുഹീലുഹുൽ ഉഖൂൽ, ബുദ്ധി നിരാകരിക്കുന്ന, ബുദ്ധി ഒന്നടങ്കം നിഷേധിക്കുന്ന ഒരു കാര്യം മതത്തിൽ ഉണ്ടാവുകയില്ല. മതം ബുദ്ധിക്ക് എതിരല്ല. വലാകിന്നഹു ഖദ് യഅതി ബിമാ തുഹാറു ഫീഹിൽ ഉഖൂൽ, എന്നാൽ ആ ബുദ്ധി കൊണ്ട് മാത്രം അളന്ന് തൂക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഇസ്ലാമിന്റെയും അതേപോലെ നമ്മുടെ ലോകത്തിന്റെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഉപകരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥ പോലും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ നമുക്ക് അറിയുന്നില്ല എന്നാണ്. നമ്മൾ എത്രയോ ചെറിയ ഒരു സംഗതി മാത്രമേ കാണുന്നുള്ളൂ, അറിയുന്നുള്ളൂ. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം. മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് ഈ പറയുന്നത്. എന്താണ് പറയുന്നത്? വിശാലമായ ഈ ലോകത്തിന്റെ വിസ്മൃതിയും വൈവിധ്യങ്ങളും നമ്മൾ കണ്ടാൽ, അവർണ്ണനീയമായ ഈ ലോകം, അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്നാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടത് മാത്രമേ ശരിയുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും ലോകമില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ എത്രമാത്രം ബുദ്ധി ശൂന്യരാണ്, യുക്തിയില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ, പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബുദ്ധി എതിർക്കുന്നതല്ല, പക്ഷെ ചിലപ്പോൾ ബുദ്ധിയെ പരിഭ്രമിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ വഹയിലൂടെ അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരിക്കലും യുക്തിക്ക് വിരുദ്ധമല്ല, ബുദ്ധിക്കെതിരല്ല. ഉദാഹരണമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഹദീസുകളെയും ഈ വിശ്വാസത്തെയും ഒക്കെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഒന്ന് തുറന്നു വെച്ച് നല്ല മനസ്സോടുകൂടി പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറായി കഴിഞ്ഞാൽ, മനുഷ്യരായ നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. ആ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങുന്നവർ തന്നെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ആ സ്വപ്നലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു യാഥാർത്ഥ്യം പോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ അനുഭവിക്കുന്ന വേദനയും സങ്കടവും പ്രയാസവും തൊട്ടടുത്ത് കിടക്കുന്ന വ്യക്തി അറിയുന്ന പോലുമില്ല, അയാൾ വേറൊരു ലോകത്തായിരിക്കും. നമ്മൾ വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ശത്രുവിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചലിൽ രക്ഷപ്പെടുവാൻ വേണ്ടി കിതച്ചോടുമ്പോൾ, ഒരു നേരത്തെ ഒരല്പം വെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വാവിട്ട് കരയുകയും അലമുറയിട്ട് ശബ്ദിക്കുന്നതൊക്കെ ഉണ്ടാകും നമ്മുടെ ആ ലോകത്ത്. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ അറിയുന്നില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖബ്റു അവ്വലു മനാസിലിൽ ആഖിറ, സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന പരലോകത്തിന്റെ ആദ്യ പടിയാണ് ഖബർ എന്ന് പറയുമ്പോൾ, അവിടെ രക്ഷയുണ്ട് ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ഇമ്മ റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പുകളായിരിക്കും, സ്വർഗത്തോപ്പിലായിരിക്കും ഒരു ഖബറിന്റെ ഉടമയായ വിശ്വാസി കഴിയുന്നതെങ്കിൽ, ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ, തൊട്ടടുത്ത് കിടക്കുന്ന അവിശ്വാസിയാണ്, ദുർമാർഗിയാണ്, തോന്നിവാസിയാണെങ്കിൽ അയാൾ നരകത്തിന്റെ അഗാധമേറിയ ആഴമേറിയ കുഴിയിലായിരിക്കും എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമോ ഒരു അസാംഗത്യമോ ബുദ്ധിരാഹിത്യമോ ഒന്നും കാണേണ്ടതില്ല. സ്വപ്നം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊക്കെ സംവിധാനിച്ച പടച്ചറബിന് ഒരാൾക്ക് സ്വർഗവും ഒരാൾക്ക് നരകവും സംവിധാനിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത്, റബ്ബിന്റെ കുദറത്തുകൾ അറിയുന്നിടത്ത് ഒരു വിശ്വാസി അവിടെ കീഴ്പ്പെടുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പറഞ്ഞതുപോലെ ആ ഖബറിലെ ശിക്ഷ ശരീരത്തിനുമുണ്ടാകും ആത്മാവിനുമുണ്ടാകും. ലിർറൂഹി വൽ ജസദ്, ഒരു ആത്മീയമായൊരു തോന്നലായിരിക്കും എന്ന് കരുതേണ്ടതില്ല. നമ്മൾ ശരിക്കും നേരിട്ട് അനുഭവിക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തുആദുർ റൂഹു ഇലൽ ജസദ്. റൂഹ് പിടിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ച ആളുകളെല്ലാം തിരിച്ചു പോരുമ്പോൾ ആ റൂഹ് വീണ്ടും അല്ലാഹു ശരീരത്തിലേക്ക് തിരിച്ചയക്കും. അത് പറയുമ്പോഴും ശർഹു തഹാവിയയിൽ ഒരു പ്രത്യേകമായ ഉണർത്തൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫഇന്ന ഔദർ റൂഹി ഇലൽ ജസദ്, ആത്മാവ് ശരീരത്തിലേക്ക് മടക്കപ്പെടും എന്ന് പറയുമ്പോൾ ലൈസ അലൽ വജ്ഹിൽ മഅഹൂദി ഫിദ് ദുനിയ, ദുനിയാവിൽ നമ്മൾ പരിചയിച്ചതുപോലെയാണ് എന്ന് ആരും കരുതേണ്ടതില്ല. ഇത് വേറൊരു ലോകമാണ്. ബൽ തുആദുർ റൂഹു ഇലൈഹി ഇആദതൻ വൈറൽ ഇആദത്തിൽ മഅലൂഫത്തി ഫിദ് ദുനിയ, നമ്മൾ ദുനിയാവിൽ നിന്ന് പരിചയിക്കുകയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ലോകം. അത് കാണുന്ന അത് അറിയുന്ന അള്ളാഹു അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരുക്കിയ പടച്ചറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരു കാര്യം പറയുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുവാനും ഒരു മുസ്ലിമായി ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. എല്ലാം കണ്ട് ഞാൻ അനുഭവിച്ച് തൊട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ദുശാഠ്യങ്ങൾക്ക് വിശ്വാസികൾക്കിടയിൽ സ്ഥാനമില്ല. എഴുതി വെച്ചോളൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം തന്നെ, സൂറത്തു ഫാത്തിഹ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കാൻ എടുക്കുന്ന 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ ആദ്യ വചനം തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ മുത്തഖീങ്ങളായ ആളുകൾക്കാണ് മാർഗദർശനമായി സന്മാർഗമായി പരിണമിക്കുകയുള്ളൂ, ഉപകാരപ്പെടുകയുള്ളൂ. അവരുടെ ഗുണങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, അവരുടെ ഒന്നാമത്തെ ഗുണം പറഞ്ഞത് എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എല്ലാം കണ്ട് തൊട്ട് അനുഭവിച്ച് അംഗീകരിച്ചാൽ അതിൽ പിന്നെ എന്താ വിശ്വാസം എന്ന് പറയാനുള്ളത്? തീയിൽ തൊട്ടാൽ പൊള്ളുമെന്നത് എന്റെ വിശ്വാസമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അനുഭവങ്ങളാണ്. നമ്മൾ വിശ്വാസങ്ങൾക്ക് ഉള്ളിൽ അതിനേക്കാൾ എത്രയോ താഴെ വരുന്ന സംഗതിയാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതിന്റെ പേരിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ ഈമാൻ കുടികൊള്ളുന്നത്. അതിനാൽ സത്യവിശ്വാസികൾ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ലാബിലേക്ക് ടെസ്റ്റിന് വേണ്ടി പോകേണ്ടതില്ല. ഈമാൻ ഉള്ളവരാണോ, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണോ, ഖുർആനിനെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവരാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവനാണോ എങ്കിൽ ആ ശിക്ഷയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചറിയുകയും പഠിച്ചറിഞ്ഞതിന് ശേഷം ആ ശിക്ഷയുടെ കാരണങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ അതിനെ യുക്തിയും ബുദ്ധിയും പറഞ്ഞ് പരിഹസിക്കുവാനും നിഷേധിക്കുവാനും ഒക്കെ നിന്നു കഴിഞ്ഞാൽ ഇത് എന്നല്ല ഒട്ടനവധി കാര്യങ്ങളെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്യണം. വിശ്വാസിയായി ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തു ഗാഫിറിലെ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അന്നാറു യുഅറദൂന അലൈഹാ, നരകവാസികളായ ആളുകളുടെ, അവിശ്വാസികളായ അക്രമികളായ ആളുകളുടെ അടുക്കൽ നരകം പ്രദർശിപ്പിക്കപ്പെടും. അവർ ഖബറടക്കിയതിനു ശേഷം അഥവാ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ ആ ഇടയിലുള്ള ബർസഖി ലോകം, ഖബർ ജീവിതം,
ആ സന്ദർഭത്തിൽ നരകം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഉദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും. അഥവാ സദാസമയത്തും ആവർത്തിച്ച് നരകം കാണും. അതേപോലെ തന്നെ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും. വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. ഖിയാമത്ത് നാൾ സംഭവിച്ചാലോ ഫിർഔനിന്റെ ആൾക്കാരെ ആ കത്തിയാളെന്ന നരകത്തിലേക്ക്, ഇതിനേക്കാൾ ഗുരുതരമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തുന്നു, വഹാദിഹിൽ ആയത്തു അസ്ലുൻ കബീർ ഫി ഇസ്തിദ്ലാലി അഹ്ലി സുന്ന അലാ അദാബിൽ ബർസഖ് ഫിൽ ഖുബൂർ. ഖബറുകളിൽ, ബർസഖി ലോകത്ത് അദാബുണ്ട്, ശിക്ഷയുണ്ട് എന്ന അഹ്ലുസുന്നയുടെ അഖീദക്ക് തെളിവ് പറയുന്ന ഏറ്റവും വലിയ ശക്തമായൊരു അടിസ്ഥാനമാണ് ഈ ആയത്തിലുള്ളത്. ഫിറഔനും ഫിറഔനിന്റെ ആൾക്കാരും പരലോകത്ത് വരുമ്പോൾ ശിക്ഷ അനുഭവിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഈ ലോകത്ത് തന്നെ, അഥവാ അവരുടെ ബർസഖി ജീവിതത്തിൽ നരകം അവർക്ക് മുമ്പിൽ കാണിക്കപ്പെടുന്നു. അതിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളായ നമുക്കും ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടാൻ ഉണ്ട് എന്നറിയുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പടച്ചറബിനോട് രക്ഷ തേടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സച്ചരിതരായ മുൻഗാമികൾ സലഫുസ് സാലിഹീങ്ങൾ സ്വീകരിച്ച മാർഗം അതാണ്. അവരാരും അതിനെ വോട്ടിനിട്ട് തള്ളുകയോ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന വിശ്വാസികൾ ആ കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് അത് എന്റെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം എന്ന രീതിയിൽ അവർ ശ്രദ്ധിക്കുകയായിരുന്നു ചെയ്തത്. അതാണ് സുരക്ഷിതമായ മാർഗം. ഏത് വിഷയത്തിലും വിശ്വാസികളായ നമ്മളോട് അല്ലാഹു പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി, അതേപോലെ സത്യവിശ്വാസികളായ സ്വഹാബികളായ ആളുകൾ നടന്നുപോയ ആ നേരിന്റെ വഴി, അത് നിങ്ങൾ പിൻപറ്റുക. അവിടെ ഏതെങ്കിലും വിഭാഗത്തെയോ ഏതെങ്കിലും ഗ്രൂപ്പിനെയോ സംഘടനയെയോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്ത് നിലകൊണ്ട വഴി, അത് എന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്വീകരിച്ചു കൊള്ളണം. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് നേരിന്റെ വഴിയിലുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിലൂടെ അത് സത്യപ്പെടുത്തി നമ്മെ വ്യക്തമായി ബോധവൽക്കരിക്കുകയും ചെയ്ത സംഗതിയാണ്. അപ്പോ അതിനെ നിഷേധിക്കുന്നതിനപ്പുറത്ത് രക്ഷാശിക്ഷകൾക്കുള്ള ഹേതുക്കൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാണ് നമ്മുടെ റൂഹങ്ങ് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓരോരുത്തരുടെയും അമലുകളാണ് ഖബറുകളിൽ കൂട്ടിനുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയുടെ ഖബറാണ് എങ്കിൽ ചോദ്യമുണ്ടാകും മലക്കുകളുടേത്. അപ്പോൾ അവർക്ക് വളരെ ഈസിയായി മറുപടി പറയാൻ സാധിക്കും. ആ മറുപടികളെല്ലാം പറഞ്ഞതിന് ശേഷം സുമ്മ യഅതീഹി ആതിൻ ഹസനുൽ വജ്ഹി ത്വയ്യിബുർ റീഹ്, നല്ല സുന്ദര മുഖത്തോടു കൂടിയ ഏറ്റവും സുഗന്ധപൂരിതമായ ഒരു മനുഷ്യൻ അയാളുടെ അടുക്കലേക്ക് കടന്നു വരും. അപ്പൊ ഖബറിൽ എങ്ങനെയാ വരിക? അതാണ് പറഞ്ഞത്, നമ്മുടെ യുക്തിയുടെയും ബുദ്ധിയുടെയും ലോകത്തല്ലാത്ത വേറൊരു ലോകത്തിൽ, നമ്മൾ ഉറക്കിൽ കാണുന്ന സ്വപ്നത്തിൽ നമ്മെ സിംഹമിട്ട് ഓടിക്കുന്നു, കള്ളന്മാരും കൊള്ളക്കാരും നമ്മുടെ പിന്നാലെ ഓടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിൽ ആരും ഒരു യുക്തിയും ബുദ്ധിയും കാണാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. സുന്ദര മുഖത്തോടുകൂടി ഏറ്റവും സുഗന്ധപൂരിതമായ, സുഗന്ധവും പുരട്ടിക്കൊണ്ട്, ഹസനു സിയാബ്, ഏറ്റവും സുന്ദരമായ വസ്ത്രവിധാനത്തോടുകൂടി ഒരാൾ ആ ഖബറിലേക്ക്, വിശ്വാസിയുടെ അടുക്കിലേക്ക് വരും. ഫയഖൂലു ലഹു യാ ഹാദാ അബ്ശിർ ബിറിദ്വാനില്ലാ, എന്നിട്ട് ആ മനുഷ്യർ ഇയാളോട് പറയുന്നത്, നീ പടച്ചറബിന്റെ തൃപ്തിയെ ഓർത്തുകൊണ്ട് സന്തോഷിച്ചുകൊള്ളുക, നീ ഏതായാലും വിജയിച്ചിരിക്കുന്നു, പടച്ചറബിന്റെ സംതൃപ്തി നിനക്ക് കിട്ടിയിട്ടുണ്ട്. വജന്നാത്തിൻ ഫീഹാ നഈമുൻ മുഖീം, ഇനി ഒരിക്കലും നശിക്കാത്ത അനുഗ്രഹത്തിന്റെ സുഖലോലുപതയുടെ സ്വർഗീയ ആരാമങ്ങളാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ആ മനുഷ്യൻ, ആ ഒരു നല്ല അനുഭവം സ്വീകരിക്കുവാനുള്ള മഹത്തായ തൗഫീഖ്, ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പടച്ചറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ വിശ്വാസിയായ മനുഷ്യൻ ചോദിക്കും അയാളോട്, ഫമൻ അൻത, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, യഖൂലു അന അമലുക സ്വാലിഹ്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ.
അള്ളാഹു ഒരു മനുഷ്യരൂപത്തിൽ ഏറ്റവും നല്ല വസ്ത്രത്തിൽ ഏറ്റവും നല്ല സുഗന്ധം പൂശിക്കൊണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചതാണ്. അഥവാ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾ പരിഹസിച്ചാലും കളിയാക്കിയാലും ദീനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമസ്കാരത്തിന്, ജുമാ ജമാഅത്തുകൾക്ക്, ദീനീ സേവനങ്ങൾക്ക്, ദഅവത്തിന് ഒക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ സൽക്കർമ്മങ്ങളെല്ലാം സുഗന്ധപൂരിതമായ ഏറ്റവും നല്ല മുഖത്തോടുകൂടി ഏറ്റവും നല്ല വസ്ത്രത്തോടുകൂടി ഖബറിൽ നമ്മുടെ കൂടെയുണ്ടാകും എന്നറിഞ്ഞാൽ വിശ്വാസികൾക്ക് നന്മകൾ ചെയ്യുവാനുള്ള പ്രേരണയായിരിക്കും. എന്നിട്ട് അയാൾ പറയും, കുൻത സരീഅൻ ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഏത് നന്മയിലും താങ്കൾ ഏറ്റവും നല്ല തിടുക്കക്കാരനായിരുന്നു, ഉത്സാഹിയായിരുന്നു. ബത്ഈഅൻ അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തെറ്റുകളിലേക്ക് പോകാൻ താങ്കൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കുണ്ടാകുമ്പോൾ അവിശ്വാസിയോടും ഇതേപോലെയുള്ള ചോദ്യമുണ്ടാകും. ആ സന്ദർഭത്തിൽ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ സാധിക്കാതെ പ്രയാസപ്പെടുമ്പോൾ അതിനുശേഷം നേരത്തെ പറഞ്ഞത് നേരെ വിപരീതമായി, കണ്ടാൽ തന്നെ വിരൂപിയായ പേടി തോന്നുന്ന ഒരു വിരൂപിയായ മനുഷ്യൻ രൂപം അയാളുടെ അടുക്കലേക്ക് വരും. മുൻതിനുരീഹ്, അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരിക്കും വരിക. ഖബീഹു സിയാബ്, വൃത്തികെട്ട ഉടയാടകളോടുകൂടി അയാളോട് ചോദിക്കും, ആരാണ് താങ്കൾ എന്ന് ചോദിക്കുമ്പോൾ യഖൂലു അന അമലുക സയ്യ, സത്യവിശ്വാസികൾ നന്മകളുമായി പോകുമ്പോൾ നന്മകളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ അതിനെയൊക്കെ പരിഹസിച്ച് കളിയാക്കി തട്ടിമാറ്റി നീ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് ഞാൻ ഈ രൂപത്തിലായി കടന്നു വന്നത് എന്ന് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും പിന്നീട് വരുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജാഗ്രത നമ്മൾ കൈക്കൊള്ളുകയും റബ്ബിനോട് നിരന്തരം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ദുഷ്കർമ്മങ്ങളും എല്ലാ തിന്മകളും ഖബറിലെയും നരകത്തിലെയും ശിക്ഷയ്ക്ക് അർഹമാകുന്ന നിമിത്തങ്ങളാണ് എങ്കിൽ കുഫർ, നിഫാഖ്, ശിർക്ക് ഈ പോലെയുള്ള ഗൗരവതരമായ സംഗതികൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രതയോട് കൂടി പാലിക്കേണ്ടതാണ്, കാണേണ്ടതാണ്. അഥവാ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന, പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന സ്വഭാവം അത് കുഫറിന്റെയും നിഫാഖിന്റെയും സ്വഭാവമാണ്. വഅമ്മൽ കാഫിർ വൽ മുനാഫിഖ്, ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, കാഫിറിനും മുനാഫിക്കിനും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ചോദ്യമുണ്ടാകും. ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ഫയുളറബു ബിമിർസബത്തിൻ മിൻ ഹദീദിൻ ബൈന ഉദുനൈ, അയാളുടെ രണ്ട് ചെവികൾക്കും ഇടയിൽ ശക്തമായ പ്രഹരം ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് മലക്കുകൾ അടിച്ച് തകർക്കുമെന്നാണ്. അയാൾ വാവിട്ട് കരയുന്നുണ്ടാകും. വീണ്ടും ഇതേപോലെ ആ ശിക്ഷയും ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈമാനില്ലാത്ത, ദീനിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന, സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്ന നിഷേധത്തിന് പകരം ദീൻ എന്താണ് എന്ന് അറിയാൻ, ദീനിലുള്ളത് എന്താണെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ദീനിനെ സ്വീകരിക്കുവാനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും രക്ഷപ്പെടുവാനുള്ള വഴികളും നമുക്ക് സ്വീകരിക്കുവാനും സാധിക്കും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅ്മത്താണ് നാവ് എന്നുള്ളത്, സംസാരിക്കുവാനുള്ള ശേഷി എന്നത്. അത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ, ഏഷണി പറയാൻ, പരദൂഷണം പറയാൻ, കളവ് പറയാൻ ഒക്കെ നാവിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ അങ്ങനെ അഴിച്ചുവിട്ടിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന അതിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കള്ളക്കഥകൾ ബെനഞ്ഞുണ്ടാക്കി ആളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോടൊപ്പം യാത്ര പോകുമ്പോൾ കണ്ട അനുഭവ കാഴ്ചകൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, ഫവജദ റജുലൻ ജാലിസൻ, ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ, അയാളെ ഇരുത്തിയിട്ടുണ്ട്, അയാളെ ഇരിക്കാൻ. വറജുലൻ വാഖിഫൻ, അയാളുടെ അടുക്കൽ വേറൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അമാമഹു, അയാളുടെ മുമ്പിൽ തന്നെ. വബിയദിഹി കല്ലൂബും മിൻ ഹദീദ്, ആ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ ഇരുമ്പിന്റെ നല്ലൊരു ശക്തമായ കൊളുത്ത്, നമ്മൾ മാംസമൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ആ കൊളുത്ത്, അത് അയാളുടെ യുദ്ഖിലുഹു ഫീ ശിദ്ഖിഹി,
അയാളുടെ വായിലേക്ക് കടത്തി, കവിളിലേക്ക് കൊളുത്തി, ഹത്താ യബ്ലുഗ ഖഫാഹു, അയാളുടെ പിരടി വരെയും അത് വലിച്ചു കൊണ്ടുപോയി കീറുമെന്ന്. എന്നിട്ട് വീണ്ടും ഇടത്തെ ഭാഗത്തു നിന്നും, വലത്ത് ഭാഗത്തു നിന്നും ഇടത്ത് ഭാഗത്തു നിന്നും ആ മുറിവ് അങ്ങനെ അങ്ങ് വികൃതമായി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് വരെയും നാവ് കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഹറാമായ ഏഷണി, പരദൂഷണം, കളവ് ഒക്കെ പറഞ്ഞു നടന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാവ് നമ്മൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ തുടങ്ങിയ ദിക്റുകൾ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് നാവ് ഉപയോഗിച്ച് ചെല്ലാൻ, നാവ് നൽകിയ റബ്ബിനെ പ്രീതിപ്പെടുത്താൻ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരം അള്ളാഹുവിന്റെ നിഅമത്താൻ. അതൊന്ന് നിന്നുപോയാൽ നമുക്ക് നമ്മുടെ ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട് ഒരു വാക്ക് പറയാൻ പോലും കഴിയാത്ത സംസാരശേഷി ഇല്ലാതെയാകുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. ആ റബ്ബിന്റെ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് റബ്ബിന് നന്ദി കാണിക്കാൻ ഹറാമുകളിലേക്ക് നാവിനെ വിടാതെ കടിഞ്ഞാണിടാൻ ശ്രദ്ധിച്ചാൽ ആ ഖബറിൽ നിന്നും നരകത്തിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കുറെ കാര്യങ്ങളിൽ വേറൊരു കാര്യമായിട്ടുള്ളത് അഹങ്കാരം, കിബർ. 4 കാശ് ഒരാളുടെ കയ്യിലേക്ക് വന്നാൽ, ദുനിയാവിൽ ഏതെങ്കിലും സൗകര്യങ്ങളും അതേപോലെ തന്നെ സ്വാധീനവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ തന്റെ എന്തോ പ്രത്യേക മഹത്വം കൊണ്ട് അള്ള നൽകി ആദരിച്ചതാണ്, അള്ളാഹ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് എന്ന് കരുതിയ, മറ്റുള്ളവരോട് പുച്ഛത്തോടുകൂടി സംസാരിക്കുന്ന ആ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ മനസ്സിലാക്കുക, അള്ളാഹു ദീന് അല്ല ദുനിയാവ് അവരിഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ ദീൻ അല്ല ഇഷ്ടപ്പെട്ട ആളുകൾക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് ദുനിയാവിൽ കുറെ സ്വാധീനവും സൗകര്യങ്ങളും സമ്പത്തും എല്ലാം കൊടുത്തു എന്നത് റബ്ബിന് എന്നോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് പ്രത്യേകമായ എന്റെ മഹത്വം കൊണ്ട് കിട്ടിയതാണ് എന്ന് കരുതേണ്ടതില്ല. റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ അഹങ്കാരികളായി മറ്റുള്ളവരോട് പുച്ഛമനോഭാവത്തോടുകൂടി എനിക്കുള്ള സൗകര്യങ്ങൾ മറ്റുള്ളവർക്കില്ല എന്ന് കാണുമ്പോൾ അവരോട് ആർദ്രതയും കനിവും കാണിക്കേണ്ടതിന് പകരം അവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് അഹങ്കാരിയായി തോന്നിവാസിയായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അലൈസ ജഹന്നമ മസ്വൻ ലിൽ മുതകബ്ബിരീൻ, ഇത്തരം അഹങ്കാരികളായ ആളുകൾക്കുള്ള മടക്കസ്ഥാനം, അവർക്ക് താമസിക്കുവാനുള്ള ഇടം അത് നരകമല്ലേ എന്ന് ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോ അഹങ്കാരം വേണ്ട. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ, കിബറിന്റെ ഈ അഹന്തയുടെ ഒരു അണുമണിത്തൂക്കമെങ്കിലും ഒരു ലെവലേശമെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും അള്ളിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന താക്കീത് ആ മനസ്സുമായി സ്വർഗത്തിൽ കടക്കാം എന്നാരും കരുതേണ്ടതില്ല എന്ന്. അപ്പൊ ആരോടാ നമ്മൾ അഹങ്കരിക്കുന്നത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖുയലാ, അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്ത് വലിച്ചേച്ചു പോയ ഒരു മനുഷ്യൻ, ആ സന്ദർഭത്തിൽ തന്നെ ദുനിയാവിൽ വെച്ച് ഖുസിഫ ബിഹി, അയാൾ അല്ലാഹു ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഈമാനിന്റെ വിഷയത്തിൽ ഒന്ന് തേച്ച് മിനുക്കി നന്നാക്കണമെന്നേ പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു പറഞ്ഞു? ഫഹുവ യതജൽജലു ഫിൽ അർള്, അയാൾ ആ ഭൂമിയിൽ, ആ മണ്ണിൽ ഇങ്ങനെ ഭൂമിക്കടിയിൽ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും. അപ്പൊ അഹങ്കാരം പ്രകടിപ്പിച്ച് വസ്ത്രം ഒന്ന് നിലത്തൂടെ വലിച്ചിഴച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നെരിയാണി വരെയാണ് ഒരു പുരുഷന്റെ വസ്ത്രത്തിന്റെ മാക്സിമം അതിർവരമ്പ്. അതിന് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ മുഅ്മിനിന്റെ വിശേഷണങ്ങളുള്ളവനല്ല, അല്ലെങ്കിൽ ആ സ്വഭാവമുള്ളതല്ല. അത് വേറെ ഹദീസുകളിലൂടെയും വന്നിട്ടുണ്ട്. അപ്പൊ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ച ആ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുന്ന രംഗം ഹദീസിൽ പ്രത്യേകം പറഞ്ഞതാണ്. മറ്റൊന്ന്, ലൈംഗികവും സാമ്പത്തികവുമായ വിശുദ്ധിയില്ലായ്മ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. ആരും പലിശയുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട സംഗതി. പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും ഒരുപോലെ തെറ്റായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ വ്യഭിചാരത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പരന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോ അതൊന്നും ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന രീതിയിലാണ് പുതിയ തലമുറ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ
അഥവാ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത, വ്യഭിചാരത്തിന്റെ തോന്നിവാസങ്ങളിലേക്ക് കടന്നു കയറിയ ആളുകൾ ഖബറിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ട രംഗം പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ. നഗ്നരായി ചൂളയിലേക്ക് അവരെ കടത്തിവിടുകയും അടിയിൽ നിന്ന് തീ കൊടുത്ത് അവർ വെന്തുരുകി ഏറ്റവും മുകളിലേക്ക് അങ്ങനെ ഉയർന്നു വരികയും ചെയ്യും. പിന്നെ അല്പം ചൂടാറുമ്പോഴേക്ക് താഴേക്ക് വീണ്ടും വരും. വീണ്ടും അവരെ ചൂടോടെ കത്തിക്കുകയാണ്. നഗ്നരായ വസ്ത്രം ധരിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഇവർ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് വല്ലദീ റഅയ്തഹു ഫിസ്സഖബി ഫഹും അസ്സുനാത്ത്, വേശ്യകളാണ്, വ്യഭിചാരികളാണ്. ഹലാലായ മാർഗത്തിലൂടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ആ ലൈംഗികമായ ആസ്വാദനങ്ങളും ആവശ്യങ്ങളും നിർവഹിക്കുന്നതിനപ്പുറത്തേക്ക് വേലിചാടി പോകുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്, പരലോകത്ത് വേറെ ശിക്ഷയുമുണ്ട്. ചോരപ്പുഴയിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ദുർഗന്ധം വമിക്കുന്ന ചോരയിൽ മുങ്ങിക്കുളിച്ച് മൂക്കറ്റം ആ ചോരയിലൂടെ നീന്തിക്കൊണ്ടുവരുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് ആട്ടുകയാണ് ഓരത്തിരിക്കുന്ന മലക്കുകൾ. ആരാണ് നബിയെ, ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് ചോദിക്കുമ്പോൾ വല്ലദീ റഅയ്തഹു ഫിന്നഹരി ആകിലുർ റിബ, പലിശ തിന്ന ആളുകൾ, പലിശ മുതലുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ പലിശയുമായി ബന്ധപ്പെടുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ, അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഹലാലിന്റെ വഴികൾ നമ്മൾ പരിധി നോക്കിയാൽ വിശ്വാസികൾക്ക് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, പടച്ചറബിനെ സൂക്ഷിക്കാൻ നമ്മൾ ഒരുക്കമുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പോംവഴികൾ ഉണ്ടാക്കി തരുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നാം ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ ഒരു ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബറൈനി ജദീദൈൻ, പുതിയതായി കാണുന്ന രണ്ട് ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. ആരുടേതാണ് എന്ന് ചോദിച്ചു. കാരണം ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, ആ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ട് മനുഷ്യന്മാരുടെ ആർത്തട്ടഹാസങ്ങൾ, ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന്. അവ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, രണ്ട് മനുഷ്യന്മാരുടേതാണ്, ഇന്ന ആളുകളുടേതാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ആ രണ്ടാളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഖിയാമത്ത് നാളിന് ശേഷമല്ല ശിക്ഷകൾ വരാനിരിക്കുന്നത്, മരണത്തിന് ശേഷം തന്നെ, മരണത്തോടുകൂടി തന്നെ ആരംഭിക്കുന്നുണ്ട് എന്ന്. എന്നിട്ട് പറഞ്ഞു വമാ യുഅദ്ദബാനി ഫീ കബീർ, ഒരു കാര്യപ്പെട്ട വലിയ അപരാധം എന്ന് തോന്നുന്ന വിഷയത്തിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ അവരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ മിക്കവാറും ആളുകളുടെ ദൃഷ്ടിയിൽ വലിയൊരു അപരാധമായി ഗണിക്കാത്ത, എന്നാൽ ദീനിന്റെ വീക്ഷണത്തിൽ വലിയ തെറ്റായിട്ടുള്ള കാര്യത്താലാണ് അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് രണ്ട് കാര്യങ്ങൾ? അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, ഒരാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വേണ്ട പോലെ ശുദ്ധി വരുത്താത്ത ആളായിരുന്നു. അപ്പൊ മൂത്രമൊഴിച്ച ശേഷം ശുദ്ധി വരുത്തുക എന്നത് ദീനിയായ നമ്മുടെ ഒരു കടമയാണ്, ബാധ്യതയാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഒക്കെ ധരിച്ച് നടക്കുന്ന ആളുകൾ, ഇസ്ലാമികമായ വസ്ത്രവിധാനത്തിന്റെ രീതിയല്ല അത് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് എങ്ങനെ മൂത്രമൊഴിക്കാൻ മര്യാദക്ക് കഴിയുക? മൂത്രമൊഴിച്ചാൽ എങ്ങനെയാണ് അവർക്ക് വൃത്തിയാക്കാൻ സാധിക്കുക? അവരുടെ ശരീരത്തിലും അതേപോലെ വസ്ത്രത്തിലുമൊക്കെ മൂത്രത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിസ്കാരം തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്. മാത്രമല്ല ഇതേപോലെയുള്ള ശിക്ഷക്ക് അയാൾ അർഹരാവുകയും ചെയ്യും.
നമസ്കാരത്തിന് അത്തരം ആളുകൾക്ക് സാധിക്കും മര്യാദക്കൊന്ന് റുക്കൂ ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, ടൈറ്റ് ഫിറ്റായി നിൽക്കുന്ന ആ ജാതി വസ്ത്രങ്ങൾ ധരിച്ചാൽ ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്ന രീതിയിലായിരിക്കും അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത്തരം വൃത്തികേടുള്ള വൾഗറായിട്ടുള്ള ഡ്രസ്സുകൾ പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും ഒഴിവാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് പറയുമ്പോൾ വേദനിക്കുന്ന മനസ്സോടുകൂടി ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. രോഗികളായ ആളുകൾ, മൂത്രമാർച്ച പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷനും ഒക്കെ ചെയ്ത് പോസ്ട്രേറ്റിന്റെ കംപ്ലൈന്റ് ഒക്കെയുള്ള ആളുകൾക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകൾ, അവർ യാതൊരു വിഷമവും വേണ്ട. അവർ നേരത്തെ പറഞ്ഞതുപോലെയല്ല, മറ്റേത് മനഃപൂർവ്വം വരുത്തി വെക്കുന്നതാണ്, ഇത് രോഗമായിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വൃത്തിയുള്ള ഏതെങ്കിലും കോട്ടൺ തുണികളോ അതല്ലെങ്കിൽ പാഡോ ഒക്കെ ഉപയോഗിച്ച് മൂത്രം ശരീരത്തിലേക്കും വസ്ത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പകരാതെ ശ്രദ്ധിച്ച് വൃത്തിയായി കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഫത്തഖുല്ലാഹ മസ്തതഅതു, നിങ്ങൾക്ക് സാധിക്കും പ്രകാരം നിങ്ങൾ പടച്ചറബിനെ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കഴിവിൽപ്പെടാത്തത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിൽപ്പെടാത്ത ഒന്നും അള്ളാഹു നമ്മളോട് ബാധ്യതയായി ഏൽപ്പിക്കുന്നില്ല. അപ്പോ കഴിവും സൗകര്യവും ഒക്കെ ഉണ്ടായി നമ്മൾ മോശമായ വസ്ത്രവിധാനത്തിലൂടെ ധാരണയിലൂടെ ഉണ്ടാക്കുന്ന ഈ മൂത്രത്തിൽ നിന്ന് ശുദ്ധി വരുത്താൻ സാധിക്കാത്ത രീതി ഖബറിലെ ശിക്ഷക്ക് നിമിത്തമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ വേറെ ചില ആളുകൾ അത് വസ്വാസാക്കിയെടുത്ത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുരച്ച് ചുമച്ച് കുറെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ ഒരു ഓവർ വസ്വാസ്, ഒരു തഖ്വ, ഓവറായിട്ടുള്ള ഒരു രീതി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് മാന്യമായി മൂത്രമൊഴിച്ച് വൃത്തിയാക്കി നമ്മുടെ വസ്ത്രവും ശരീരവും ഒക്കെ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് പറഞ്ഞത് വഅമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമ, നേരത്തെ പറഞ്ഞതുപോലെ ഏഷണിയുമായി നടക്കുന്ന ആളുകളാണ്. ഏഷണിയും പരദൂഷണവും ഒക്കെ ഖബറിൽ നമുക്ക് വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖബറിലെയും പരലോകത്തെയും പ്രയാസങ്ങളിൽ നിന്ന്, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്. ചൊവ്വാഴ്ച 9-ാം തീയതി ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൽ നാം യാതൊരുവിധ അലസതയും അമാന്തവും കാണിക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഓരോരുത്തർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ അവബോധവും ഒക്കെ ഉണ്ടാകും. എന്നാലും നമ്മുടെ ആ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം. രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇലക്ഷന്റെ പേരിൽ രക്തബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന, സ്നേഹബന്ധങ്ങൾ അത് വിച്ഛേദിക്കപ്പെടുന്ന രീതിയിൽ ശത്രുക്കളായി നമ്മൾ മാറേണ്ടതില്ല. ആ വാശിയും വീറുമൊക്കെ അതിൻ്റെതായ തലങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുവാനും രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഒന്നും ഒരു ഉലച്ചിലും തട്ടാത്ത രീതിയിൽ നാളെയും നമ്മൾ കാണേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് നന്മയിൽ സഹകരിച്ച് മുന്നേറുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാത്തരം ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബ് തൃപ്തിപ്പെടുന്ന രീതിയിൽ മുഅ്മിനായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഖബറിലും മഹ്ശറയിലും പരലോകത്തുമൊക്കെ ഏറ്റവും നല്ല സന്തോഷങ്ങൾ നേടാനും അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കുവാനും സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനും സാധുക്കളായ നമുക്ക് ഓരോരുത്തർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد.